ഹായ്! ഇന്നലെ നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു ട്ടോ. കുറച്ച് ഓർഡേഴ്സ് ഡയറക്റ്റ് കൊണ്ടുകൊടുക്കാനുണ്ടായിരുന്നു. ഓർഡേഴ്സ് ഡയറക്റ്റ് കൊണ്ടുകൊടുക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്ക് നോമ്പ് തുറക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു ട്ടോ. എസ്എമ്മിൻ്റെ തൊട്ടടുത്തുള്ള ഈറ്റ് ഔട്ടിലാട്ടോ നമ്മൾ നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് എന്തോ അറിയില്ല, ഗ്രേപ്പ് ജ്യൂസിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ട്ടോ. അങ്ങനെ നമ്മൾ സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത വെറൈറ്റി വെറൈറ്റി സ്നാക്സ് ആയിരുന്നു ട്ടോ ഞാൻ അവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറുതെ അല്ല കോഴിക്കോട്ടുകാർ വെറൈറ്റി വെറൈറ്റി സ്നാക്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓരോ സ്നാക്സും വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്തു ട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് എസ്എമ്മിലേക്കാണ് ട്ടോ. നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ അവിടുന്ന് എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ട്ടോ. പിന്നെ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. അവിടുന്ന് പോകുമ്പോൾ വഴി കണ്ടൊരു കടയാണ് മിൽക്ക് സർബത്തിൻ്റെ കട. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കട കൂടിയാണ് ട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവിടെ പോയിട്ടുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് ട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മളൊരു തട്ടുകടയിൽ കയറിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാട ഫ്രൈ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ്റെ ഇതും കഴിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ നമ്മൾ കഴിച്ച ഒരു ഐറ്റമാണ് ഗൈസ് ഇത്. ഇത് നിങ്ങൾ കഴിക്കണം. വെട്ടുകിളി സോഡ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ മോര് വരുന്നുണ്ട്. പിന്നെ അതുപോലെ കാന്താരിയുടെ എന്തോ ഒരു ഐറ്റം വരുന്നുണ്ട്. പിന്നെ അച്ചാർ വരുന്നുണ്ട്, സോഡ വരുന്നുണ്ട് കേട്ടോ. കിളി പോകുമെന്ന് പറഞ്ഞാൽ കിളി പോവും. അത്രയും ടേസ്റ്റിയാണ്. നല്ല എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് എൻ്റെ കിളി പോയി എന്ന് തന്നെ പറയാം. കണ്ണൊക്കെ നന്നായിട്ട് ചുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വീട് പിടിക്കട്ടെ. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.